നമ്മുടെ ശരീരത്തിൽ ചെറിയ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള സൂചി തണുപ്പുണ്ട്. മഴയുടെ ആ മഴനാരികൾ നിങ്ങൾ നെയ്തെടുക്കണം. അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴാണ് ജീവിതമൊക്കെ സുന്ദരമാവുക. നല്ല കാറ്റുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബത്തേരി ഭാഗത്തേക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഇടതുവശത്ത് ഇടതോരം ചേർന്നിരിക്കുന്നൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യാത്രയാണ് പ്രേക്ഷകർ കാണുന്നത്. ധാരാളം ആളുകൾ വീട്ടിൽ നിന്ന് തത്സമയം ഇത് സംപ്രേഷണം കണ്ട് പുറത്തിറങ്ങി അവരുടെ നാട്ടിലൂടെ വരുന്ന നമ്മളുടെ ഈ വാർത്താ സംഘത്തെ അഭിവാദ്യം ചെയ്യാനായി ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയും പ്രേക്ഷകർ കാണുന്നു. അയ്യോ, എന്തൊരു കാഴ്ചയല്ലേ ആ ഭാഗത്ത് അല്ലേ? ഈ ഞങ്ങൾ പോകുന്നതിൽ നേരെ ഭാഗം അത് എന്താണത് ശരിക്കും? അങ്ങോട്ട് നമ്മളിപ്പോൾ ബത്തേരിക്ക് പോകുന്ന ഭാഗമാണ്. കാരണം ഈ ബത്തേരിക്ക് പോകുന്ന ഭാഗങ്ങളും ഇത് കാടുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ബത്തേരി. അപ്പോൾ ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ അരുൺ, എത്ര കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ ഒരു റെസ്പോൺസിബിൾ ജേർണലിസ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ അതല്ല എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയല്ല. റെസ്പോൺസിബിൾ ജേർണലിസ്റ്റാണ്, പിന്നെ ടൂറിസ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ വന്ന ഒരു സ്ഥലങ്ങളിൽ പോലും പ്രശ്നങ്ങളില്ല. ഒരു സ്ഥലം പോലും നമ്മൾ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും സ്ഥലം ഓപ്പൺ ചെയ്താൽ തന്നെ വലിയ വരുമാന മാർഗം വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടമ്മ തൻ്റെ വീടിന് മുന്നിൽ ഇട്ടുവെച്ച ഉപ്പിലിട്ട ഭരണിയിൽ നിന്ന് അത് കിട്ടാത്തത് വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെ വിളിച്ചത്. അതിൽ നിന്ന് വരുമാനം കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയത്. എന്താ മക്കളുടെ പേര്? നമസ്കാരം. ഓക്കെ, അപ്പോൾ വീണ്ടും പൂക്കൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കായുള്ള പൂക്കൾ ഞങ്ങൾ ഏറ്റുവാങ്ങി നമ്മളുടെ വില്ലീസ് ജീപ്പിൽ വെച്ചിട്ടുണ്ട്.